ആര് ജയിച്ചാലും നമുക്കൊരു മാറ്റം ഫീൽ ചെയ്തിട്ടില്ല. നമ്മളെങ്ങനെയാണോ അങ്ങനെ തന്നെ. നമ്മൾ വോട്ട് ചെയ്യുന്നതുകൊണ്ട് കാര്യമുണ്ടോ? ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും ഞാൻ പഠിക്കുകയാണ്, അപ്പം അവരും ഇങ്ങനെ പറയണേക്കാം വോട്ട് ചെയ്തിട്ട് നമുക്ക് എന്താ കാര്യം. ഞങ്ങൾക്ക് ഇവിടുത്തെ ഭരണം നിർത്തിയിട്ട് പട്ടാള ഭരണം കൊണ്ടുവന്നാലാ ഭരണം നല്ലതായിരിക്കില്ല. അതായത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവനാണ് ഒരു ഭരണാധികാരി. പക്ഷേ ആ ഭരണാധികാരി ജനങ്ങളെ തന്നെ ദ്രോഹിക്കുകയും അവർക്ക് നല്ലത് ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ ഏത് ജനങ്ങളാണ് ആ ഭരണകൂടത്തെ വിശ്വസിക്കുക? വോട്ട് ചെയ്തോ? വോട്ട് ചെയ്തു. ഏതാ മണ്ഡലം? നമ്മളുടെ തൃപ്പൂണിത്തുറ. അവിടെ ആരൊക്കെ മത്സരിക്കുന്നതെന്ന് അറിയോ? KN ഉണ്ണികൃഷ്ണൻ, CK ജോയ്, അഞ്ജലി എസ് നായർ, ഇവരൊക്കെയാണ് മെയിനായിട്ട് അവിടെ ഉള്ളത്. ഇനി ഈ ഒരു തുടർ ഭരണം വേണമെന്നാണോ അതോ ഒരു ഭരണമാറ്റം വേണമെന്നാണോ ആഗ്രഹം? മാറ്റം വേണം. സത്യം പറഞ്ഞാൽ അതൊരു ആവശ്യമാണ്. കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഒരു 10 വർഷം ഭരിച്ചുകൊണ്ടിരിക്കുമല്ലേ, ഒരു ചേഞ്ച് എല്ലാവർക്കും ആവശ്യമാണല്ലോ. വരുന്നത് നല്ലതാണ്. എന്തായാലും നമ്മൾ വോട്ട് ചെയ്തിട്ടുണ്ട്, വരുന്നവർ വരട്ടെ, അവർ ഭരിക്കട്ടെ. ഇപ്പോൾ പൊതുവേ ഒരു ധാരണ ഉണ്ട് ജെൻസീസിന് ഈ പൊളിറ്റിക്സിനോടൊന്നും താല്പര്യമില്ലാതെ ഒരുപാട് ആളുകൾ ഇപ്പോൾ വോട്ടൊന്നും ചെയ്യാതെ മാറി നിൽക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണെന്ന്? ജെൻസി കിഡ് എന്ന് പറയാനായിട്ട് നമ്മളൊക്കെ ഇച്ചിരി 90s കിഡ്സ് ആ ഒരു ഇതിലാണല്ലോ നിൽക്കുന്നത്. ജെൻസി എന്ന് പറയുമ്പോഴത്തേക്ക് അവരിച്ചിരി പൊളിച്ചു കിടക്കാനുള്ള പ്രായം വരുന്നേ ഉള്ളൂ, എന്താണെന്നുള്ള തിരിച്ചറിവ് വരുന്നേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കും അവർക്ക് ഇതിനുള്ളൊരു താല്പര്യം കുറവ് എന്നാണ് നമ്മുടെ ഒരു നിഗമനം. അല്ല, പൊതുവേ ഒരു ധാരണയില്ലേ ജെൻസീസിന് പൊളിറ്റിക്കലി അത്ര അവെയർ അല്ല, അത് ശരിയാണോ? എനിക്കങ്ങനെ ഇതായിട്ട് പ്രത്യേകിച്ച് ഒരു അഭിപ്രായമില്ലെന്ന് വെച്ചാൽ അതിനോട്ടധികം ഇൻവോൾവ് ചെയ്യാൻ താല്പര്യമില്ല. അങ്ങനെ തോന്നിയിട്ടില്ല, അതിലോട്ട് ഇൻവോൾവ് ആണെന്ന് തോന്നിയിട്ടില്ല. അങ്ങനെ എനിക്കിപ്പോൾ വോട്ട് ചെയ്തിട്ട് ഇത്രയും ഇതിനു മുമ്പൊക്കെ ഞാൻ വോട്ട് ചെയ്തിട്ടും വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ആയാലും വലിയ മാറ്റമൊന്നും ഫീൽ ചെയ്തിട്ടില്ല. വോട്ട് ചെയ്തിട്ടുണ്ട്. ഭരണമാറ്റത്തെ പറ്റി ഞാൻ ചിന്തിക്കുന്നില്ല. നമ്മൾ ആര് ജയിച്ചാലും നമുക്കൊരു മാറ്റം ഫീൽ ചെയ്തിട്ടില്ല. നമ്മളെങ്ങനെയാണോ അങ്ങനെ തന്നെ. ഇന്ന് നിയമസഭാ വോട്ടായിട്ട് പോയില്ലേ? പെരുമ്പാവൂര്. റോഷി അല്ല സോറി എൽദോപോള്. എൽദോപോള്. എല്ലാ സ്ഥാനാർത്ഥികളും അറിയോ? ഇല്ല, അറ്റ്ലീസ്റ്റ് ഞാൻ മറ്റേ പോസ്റ്റർ കണ്ടിട്ട് നോക്കിയത് അത്രേ ഉള്ളൂ. അതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട്. ഒരു പൊതുവെയുള്ള ഒരു സംസാരമുണ്ട് ജെൻസി കിഡ്സിനെ പൊളിറ്റിക്സ് അറിയില്ല എന്ന്. അത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയാൻ കാരണം? പൊളിറ്റിക്സ് അറിയില്ലെന്നല്ല, അവരൊത്തിരി കാര്യങ്ങളിപ്പോൾ പൊളിറ്റിക്കൽ നോളജ് ഉണ്ട് ഒത്തിരി പേർക്ക്. അതിപ്പോൾ നമ്മൾ ജിയോ പൊളിറ്റിക്സ് ആയാലും ലോക്കൽ പൊളിറ്റിക്സ് ആയാലും ഒത്തിരി കാര്യങ്ങളുടെ അറിവുണ്ട്. എനിക്ക് തോന്നുന്നു അറിവ് കൂടിക്കഴിയുമ്പോൾ ഇവരുടെ തന്നെ ഒരു ചിന്ത വരും, ലൈക്ക് നമ്മൾ വോട്ട് ചെയ്യുന്നതുകൊണ്ട് കാര്യമുണ്ടോ? നമ്മൾ ഒരാൾക്ക് വോട്ട് ചെയ്യണു, അവർ ജയിച്ച് പോകണു, പക്ഷേ പ്രത്യേകിച്ച് അവർ നമുക്കായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടോ എന്നുള്ള ചിന്ത വരും. അതുകൊണ്ടാണെന്ന് തോന്നുന്നു പലരും വോട്ട് ചെയ്യാൻ തന്നെ താല്പര്യപ്പെടുന്നില്ല. ഇപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും ഞാൻ പഠിക്കുകയാണ്, അപ്പം അവരും ഇങ്ങനെ പറയണേക്കാം വോട്ട് ചെയ്തിട്ട് നമുക്ക് എന്താ കാര്യം, അല്ലെങ്കിൽ പോയില്ലേ നോട്ടയ്ക്ക് കുത്താം. ആ ഒരു സംസാരമാണ് പലർക്കിടയിൽ. അതുകൊണ്ടാണ് ഒരു അറിവ് കൂടിയിട്ടാണെന്ന് എൻ്റെ ഒരു വിശ്വാസം, അല്ലാതെ അറിവില്ലായ്മയോ വിവരമില്ലായ്മയോ അല്ല. ഇപ്പോഴത്തെ ഇതിനകത്ത് പാർട്ടിയിലും കാര്യങ്ങളൊക്കെ ഒരു വിശ്വാസമില്ലാത്തതുകൊണ്ടായിരിക്കും ജെൻസിന്. അതെന്തുകൊണ്ടാണ് വിശ്വാസമില്ല എന്ന് പറയാൻ കാരണം? ഓരോരുത്തർ കാണിക്കണതിൻ്റെ. ഇപ്പോൾ നിലവിലെ ഭരണം തുടരണം എന്നാണോ അതോ ഒരു ഭരണമാറ്റം വേണമെന്നാണോ ആഗ്രഹം? ഞങ്ങൾക്ക് ഇവിടുത്തെ ഭരണം നിർത്തിയിട്ട് പട്ടാള ഭരണം കൊണ്ടുവന്നാലാ. അതെന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? ഇവിടുത്തെ ഭരണം ശരിയല്ലാത്തതുകൊണ്ട്. വോട്ട് ചെയ്തോ? ഇല്ല. അതെന്താ വോട്ട് ചെയ്യാത്തത്? വോട്ട് ചെയ്യാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഭരണകൂടം നമുക്കത്ര തൃപ്തികരമല്ല. കാരണം ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഈ ഭരണകൂടമൊന്നും കൈകാര്യം ചെയ്യുന്നത് ഒട്ടും സാറ്റിസ്ഫാക്ഷൻ അല്ല. കാരണം റോഡിൻ്റെ പ്രശ്നം, ജനങ്ങളുടെ പ്രശ്നം, പിന്നെ ഇപ്പോൾ ഒരുപാട് കൊലപാതകങ്ങൾ കാര്യങ്ങളൊക്കെ നടക്കുന്നില്ലേ, ഒരു കോമൺ ആയിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. പിന്നെ കുട്ടികളുടെ മിസ്സിങ്, പിന്നെ ചെറുതോ വലുതോ ഒന്നുമില്ല, പ്രായ വ്യത്യാസമില്ലാതെ പീഡന കേസുകൾ പലതും വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭരണകൂടത്തിൽ വലിയ വിശ്വാസമൊന്നും എനിക്കില്ല. അതുകൊണ്ട് ഞാൻ വോട്ട് ചെയ്യാറില്ല. എന്നാണോ ഈ ഭരണകൂടം നല്ലൊരു നിലയിലെത്തുന്ന അന്ന് വോട്ട് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാം. എനിക്ക് രാഷ്ട്രീയമായിട്ട് യാതൊരു ബന്ധവുമില്ല, പ്രത്യേകിച്ച് രാഷ്ട്രീയക്കാരും എനിക്കിഷ്ടമല്ല. പക്ഷേ എന്നാലും അതിൽ ചിലപ്പോൾ നല്ലവരുണ്ടായിരിക്കാം, പക്ഷെ അവർ ചെയ്യുന്നത് പോലും അത് നെഗറ്റീവായിട്ടാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നല്ലൊരു ഭരണകൂടം വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ഈ ഒരു നമ്മുടെ ഈ ഒരു സംസ്ഥാനത്തിന് അത് ഏറ്റവും വലിയ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. പക്ഷേ അങ്ങനെ ഒരു ഭരണം നമുക്ക് കാണുന്നില്ല. തുടക്കത്തിൽ ചിലപ്പോൾ നമ്മൾ കാണുമ്പോൾ അതൊക്കെ നമുക്ക് ഓക്കെ ആയിരിക്കും, കുറേ കഴിയുമ്പോൾ അതൊക്കെ മാറി മറിയുക. അപ്പോൾ അതുകൊണ്ട്
ഒന്നിലൊരു തൃപ്തയല്ല ഞാൻ. അതുകൊണ്ട് എനിക്ക് രാഷ്ട്രീയമായിട്ട് യാതൊരു ടച്ചും ഇല്ല, രാഷ്ട്രീയമായിട്ടൊരു ഇഷ്ടമല്ല എനിക്ക്. ഞാൻ അതുകൊണ്ട് വോട്ട് കൊടുക്കാറില്ല. ഭരണം നല്ലതായിരിക്കില്ല, അതായത് ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്നവനാണ് ഒരു ഭരണാധികാരി. പക്ഷേ ആ ഭരണാധികാരി ജനങ്ങളെ തന്നെ ദ്രോഹിക്കുകയും അവർക്ക് നല്ലത് ചെയ്യാതിരിക്കുകയും ചെയ്യുമ്പോൾ ഏത് ജനങ്ങളാണ് ആ ഭരണകൂടത്തെ വിശ്വസിക്കുക? ഒരിക്കലും അത് വിശ്വസിക്കില്ല, അവർക്കൊപ്പം നിൽക്കത്തുമില്ല. വോട്ട് ചെയ്തോ? ചെയ്തു. ഏതാ മണ്ഡലം, എവിടെ സ്ഥലം? ഞങ്ങൾ ആലുവ മണ്ഡലം. അവിടെ ആരാ മത്സരിക്കുന്നതെന്നറിയോ? അൻവർ സാദത്തും ആരിഫും പിന്നെ ബ്രഹ്മരാജും. ഓക്കെ. പൊതുവെ ഒരു ധാരണയുണ്ട്, ജെൻസി പിള്ളേർക്ക് പൊളിറ്റിക്സിനോട് വലിയ ധാരണയില്ലാന്ന്. പക്ഷേ ഇന്നിപ്പോൾ ഞങ്ങൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് ആളുകളോട് ജെൻസീസ് പിള്ളേരോട് ചോദിച്ചപ്പോഴും അവർ പറഞ്ഞത് ഞങ്ങൾക്ക് വോട്ട് ചെയ്യാൻ താല്പര്യമില്ലാന്ന്. അതെന്തുകൊണ്ടായിരിക്കും? അത് അവരുടെ വ്യക്തിപരമുള്ള ഒരു കാര്യമല്ലേ. എന്തുകൊണ്ടായിരിക്കും വ്യക്തിപരമായി അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു? അറിയില്ല, ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടാവില്ലായിരിക്കാം. ഞങ്ങൾക്ക് BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി.